പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ ഓർക്കണേ. ശിരസ് നമിച്ച് കൈകൾക്ക് ഒപ്പി ആദരവോടുകൂടി കർത്താവ് തിരുസേന പത്തിയോടെ നിൽക്കുക. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് നവംബർ 19 ഇന്ന് ചൊവ്വാഴ്ച അങ്ങയുടെ മക്കള് ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇടപെടുന്ന എല്ലാ സാഹചര്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അത് വാഗ്ദാനത്തിൻ്റെ ഏറ്റവും തലപ്പെട്ട ക്യാപിറ്റൽ പ്രോമിസാണ്. നീ എവിടെ പോയാലും എൻ്റെ കൂടെ ഞാനുണ്ടാകും. അത് വിശ്വസിക്കുമ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും കർത്താവിൻ്റെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യത വ്യക്തമാക്കാൻ അവരോട് പറഞ്ഞു വന്ന് ലൂക്കാ 18:1 പറയണത്. എന്താ കാര്യം? നിരന്തരം പ്രാർത്ഥിക്കുന്നത് വചനവും വേറെവർ യു ഗോ, നീ എവിടെ പോലും ഞാൻ ഇവിടെ കൂടെ ഉണ്ടാകുമെന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ദൈവത്തിന് അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു പ്രാർത്ഥന അരൂപി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ചൈതന്യ മക്കൾ ആവസിക്കണമേ. ഈശോ, നിന്റെ തിരുമുൻപാടുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമേ. സദ്യബന്ധങ്ങളിലെ കർത്താവിൻ്റെ നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ നിറയട്ടെ. ശരീരകോശങ്ങളിൽ കർത്താവിൻ്റെ നിറയട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ നിറയട്ടെ. കർത്താവെ, ഓരോരോ രോഗപീഠകൾ വിഷമിക്കുന്നവര്, സിസ്റ്റ് ശരീരത്തിലുള്ളവര്, മുഴയുള്ളവര്, ഓപ്പറേഷന് വേണ്ടി കർത്താവെ നിശ്ചയിച്ചിരിക്കുന്നവര്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു കഷണ ശരീരത്തിനെടുത്ത് ബയോപ്സിക്ക് സെൻഡ് ചെയ്തിരിക്കുന്നവര്, അതിന് റിസൾട്ടിന് വേണ്ടി കിട്ടുമ്പോൾ അത് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവര്, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ, മനുഷ്യർ ഈ ഭൂമിയിലെ വിശ്വാസം നിലനിർത്തേണ്ട കാരണം എൻ്റെ സാന്നിധ്യം അവർ അനുഭവിച്ച് സന്തോഷിക്കാനും സംതൃപ്തി അടയാനും വേണ്ടിയാണല്ലോ ഈശോയെ. കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് പ്രാർത്ഥിക്കാനാവതില്ലാത്തവരുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ പല കാലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്നങ്ങനെ പ്രാർത്ഥനയുടെ അരിവ് നഷ്ടപ്പെട്ടു പോയവരുണ്ട്. പ്രാർത്ഥിച്ചിട്ട് പല ഉത്തരങ്ങളും കിട്ടാത്തതിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചിട്ട് എന്തിനാണ് ചിന്തിച്ചിട്ട് പ്രാർത്ഥനയിലെ അവശത വന്നു പോയ പ്രയർ വീക്കായിപ്പോയ ആൾക്കാരുണ്ട്. എല്ലാവരെയും ഇപ്പോൾ സമർപ്പിക്കുന്ന കർത്താവ്, നീ എല്ലാം പൊറുക്കുന്നവനും ഞങ്ങളുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ മുൾക്കിരീടമായ മരക്കുരിശായി നീ ഏറ്റുവാങ്ങിച്ചവനുമാണ് കർത്താവ്. എല്ലാം മനസ്സിലാക്കുന്ന കർത്താവ് നിൻ്റെ ശക്തി. കർത്താവ്, ആധ്യാത്മിക ജീവിതം, ശൈത്യമായ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ, മരവിച്ചു പോയി ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ അങ്ങ് കർത്താവ് പിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ കർത്താവ് കുഞ്ഞുങ്ങളെ ഓർത്തും കുഞ്ഞുങ്ങളുടെ പഠിക്കാത്തതിനെ ഓർത്തും മാതാപിതാക്കന്മാരെ വിഷമിക്കുന്നുണ്ട് ഈശോയെ. മക്കൾ തന്നെ അവരുടെ തലയിൽ കയറാത്ത കാരണം അവർക്കിനി പഠിക്കാനും പറ്റത്തില്ല. ഇനി എന്ത് ചെയ്യും അമ്മയെന്ന് ഓർത്തുകൊണ്ട് എപ്പോഴും ഇപ്പോൾ പുസ്തകം വെച്ച് കരയുന്ന മക്കളെ കാണിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ബുദ്ധി അങ്ങ് സ്പർശിക്കണേ കർത്താവ്. അവിടെ പോരായ്മകൾ അങ്ങ് പരിഹരിക്കണേ കർത്താവ്. ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ കർത്താവ്. മാതാപിതാക്കന്മാർ മരിച്ചു പോയവരുണ്ടാവും. ആ മക്കൾ ആകസ്മികം കൊണ്ടോ അപകടം കൊണ്ടോ അങ്ങനെയുള്ള മക്കളെല്ലാം ഇപ്പം ചേർത്ത് നിർത്തി അങ്ങയുടെ ദിവസത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലിയില്ലാത്തവരുണ്ട്, ചെയ്യേണ്ട ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, നഷ്ടപ്പെട്ടവരുണ്ട്, തിരികെ വിളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ്, വിവാഹ ജീവിതത്തിൽ അകന്ന് താമസിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യാഭർത്താക്കന്മാരുണ്ട്.
കുഞ്ഞുങ്ങളുമായിട്ട് അകം താമസിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഇങ്ങനെ മക്കളുടെ നിന്ന് ഒരു ഫോൺ വിളി പോലും കിട്ടാതിരിക്കുന്ന വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഇത്രയും നാളെ കഷ്ടപ്പെട്ട് വെറുതെയാണെന്നും അന്ധമായ ബന്ധങ്ങളിൽ പോയി ചാരിട്ട് മക്കൾ മാതാപിതാക്കന്മാരോട് പൈശാചികമായ എതിർപ്പ് കാണിച്ചുകൊണ്ട് അവരവരുടെ വഴി പോവുകയും കുടുംബം കടത്തിലായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കർത്താവെ, എല്ലാ സാഹചര്യങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത് ഒരു സാഹചര്യം പോലും കർത്താവെ അങ്ങ് ഓവർലുക്ക് ചെയ്യാതെ അത് കർത്താവെ എല്ലാം ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ സംരക്ഷിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം മുഴുവനും. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. നമ്മൾ വായിക്കാൻ പോകുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തും. അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പല അണ്ണന്മാർക്കും പറ്റാവുന്ന അബദ്ധമാണിത്. എനിക്ക് പറ്റിയിട്ടുണ്ട്. അതായത് നമ്മളൊരു സബ്ജക്റ്റ് ദൈവത്തിരുസന്നിധി വെക്കുന്നു. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കണത്? ലൂക്കാ 18:8 വായിച്ചവനെ ഒന്നിനു വായിച്ചേ. അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും. ആർക്കാണ് നീതി നടത്തി കൊടുക്കുന്നത്? രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാലവിളംബം വരുത്തുമെന്ന്. അപ്പൊ നീതിയുടെ ദൈവം ഒരു വിഷയത്തിന് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കാലവിളംബം വരത്തില്ല. കാലവിളംബം വരണം എവിടുന്നാണ്? നമ്മുടെ ഭാഗത്തു നിന്നാണ്. പിടികിട്ടിയ? അതായത് നീതിയുടെ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിഷയത്തിന് കാലവിളംബം വരത്തത്തില്ല. പിന്നെ കാലവിളംബം വരണം എങ്ങനെയാണ്? നമ്മുടെ ഭാഗത്തു നിന്നാണ്. കാര്യം നീ ഇപ്പം നിനക്ക് ജോലി കിട്ടി. നീ ജോലി കിട്ടിയപ്പോൾ നിൻ്റെ ഉദ്ദേശം എന്താണ്? നീ ഇനിയിപ്പോൾ ആരെങ്കിലും നിൻ്റെ ജോലിക്ക് പറ്റാവുന്ന ആളെ ലൈനടിച്ച് കല്യാണം കഴിച്ച് അപ്പനും അമ്മനെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് എവിടെയെങ്കിലും പോയി സെറ്റ് ചെയ്യണം. മാതാപിതാക്കന്മാരെ നോക്കരുത്, അല്ലെങ്കിൽ നിൻ്റെ ഇളയത്തിങ്ങളെ ശ്രദ്ധിക്കരുത്, നിൻ്റെ ഇതൊക്കെ നിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ടയുണ്ട്. അപ്പം കാലവിളംബം പറഞ്ഞ അപ്പം നീ ഒന്ന് ശരിയാകാതെ ഈ അനുഗ്രഹം തന്നാൽ ഇവർ ഞൊട്ടേണ്ടി വരും. പറയാൻ മനസ്സിലായില്ലേ? നിന്നെ വളർത്തിയവർ, നിന്നെ വലുതാക്കിയവർ, നിന്നെ നിലയിലെത്തിച്ചവർ. അതുകൊണ്ട് അനുതാപമാണ് എപ്പോഴും കാലവിളംബം ചുരുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തോട് ആദ്യമേ പറഞ്ഞ, ദൈവമേ
എന്നെ നീ രക്ഷപ്പെടുത്തിയാൽ എൻ്റെ കൂടെ ഞാൻ കിട്ടുന്നവരെല്ലാവരും രക്ഷപ്പെടുത്തും. ഞാൻ ഒരിക്കലും മൃഗീയമായിട്ടും നിന്ദ്യമായിട്ടും പെരുമാറത്തില്ല. ഞാൻ എൻ്റെ സ്വന്തം ഐഡിയ ആയിട്ട് പോകത്തില്ല. ചിലർ പറയണ കേട്ടില്ലേ, എടി ഞാൻ കുടുംബം വിറ്റല്ലേ നിന്നെ പഠിപ്പിച്ചത്. അത് പഠിപ്പിച്ചതെന്നല്ല, അങ്ങനെയല്ല, പഠിച്ചത് ഞാനല്ലേ, നിങ്ങളാണോ പഠിച്ചത് എന്ന് ചോദിക്കും. ചില വിട്ടികളായിട്ട് പെൺപിള്ളേർ വീട്ടിൽ ഇരുന്നവരും മാതാപിതാക്കന്മാരുടെ തലപറിക്കട കാണാം. എന്ത് കഷ്ടമാണ്. നമുക്ക് കണ്ണിൽ നിന്ന് ചോര വലുത് കേൾക്കുമ്പോൾ. പക്ഷെ അവർക്ക് ബുദ്ധിയും ബോധവും ഇല്ല. പക്ഷെ ഇവരാണ് കാലവിളംബം വിളംബം വരുത്തണത്. ദൈവത്തിന് കാലവിളംബം വരുത്തത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ദൈവത്തിന് നീതി ഉണ്ടല്ലോ. നിന്റെ കയ്യിൽ അനീതി ഉണ്ടെങ്കിൽ ഈ നീതിയുടെ ദൈവം നിനക്ക് നീ കാരണമാണ് നിനക്ക് കാലവിളംബം വരണത്. പിന്നെ വേറൊരു മണ്ടത്തരം പറ്റാൻ സാധ്യതയുണ്ട്. ആ മണ്ടത്തരം എന്താണെന്ന് അറിയാമോ? അവസാനം പറയുന്ന പഞ്ചത്തിൽ എന്താ പറയണത്? 18 എന്താ പറയണത്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ാം വരവിനാണ് അവിടെ ഉദ്ദേശിക്കണത് കർത്താവിൻ്റെ. പക്ഷേ നമുക്കറിയാമല്ലോ, സന്ദർശനത്തെക്കുറിച്ചല്ലേ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വരവാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ചില അണ്ണന്മാരെ വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് മടുത്ത് ഇനി ഞാൻ PSCക്ക് പ്രാർത്ഥിക്കത്തില്ല, ഇനി ഞാൻ IITSന് പ്രാർത്ഥിക്കത്തില്ല, ഇനി ഞാൻ കല്യാണത്തിന് പ്രാർത്ഥിക്കത്തില്ല, ഇനി ഞാൻ ഒരു ചെറുക്കന്മാരുടെ മുമ്പിൽ പോയി നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഒരു പെണ്ണും കാണാനും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് നീ തീരുമാനം എടുക്കും. എന്നിട്ട് ഇനി ഞാൻ ഒരു മരുന്നും കഴിക്കത്തില്ല, ഇനി കുഞ്ഞിനെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നീ പ്രാർത്ഥിച്ച് മടുത്തിട്ട് രാജിയാകും. പക്ഷേ വെറുതെ ഇരിക്കുമ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ നീ കല്യാണം കഴിക്കും, നിനക്ക് കൊച്ചുണ്ടാവും, ജോലി കിട്ടും. അപ്പം എന്താണ്? മനുഷ്യപുത്രൻ വരും. നിനക്ക് വിശ്വാസം അപ്പം ഇല്ല. മനസ്സിലായില്ലേ പരിപാടി? ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ നിനക്ക് വിശ്വാസമില്ല. വിശ്വാസം നീ നഷ്ടപ്പെടുത്തിയല്ല 2 മാസം മുമ്പ്, 2 കൊല്ലം മുമ്പ്. അന്ന് ചോദിച്ചത് ഇന്നാണ് തരണത്. അതാണ് ഈശോ ചോദിക്കണത്. എങ്കിലും മനുഷ്യപുത്രൻ അടയാളമായി അത്ഭുതമായി നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നിനക്ക് വിശ്വാസം ഉണ്ടാകുമോ? ആ വിശ്വാസം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഒരു 1.5 ചോദ്യമാണ്. അതുകൊണ്ട് എപ്പോഴും നീ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, അടയാളവുമായി അടയാളമായി നീ വരുമ്പോൾ എൻ്റെ വിശ്വാസം നിലനിർത്താൻ എനിക്ക് കൃപ നൽകണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ പത്രോസിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. ഒന്ന് പറഞ്ഞ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇതൊരു അപേക്ഷ അഭ്യർത്ഥനയുമല്ല. പിന്നെ എന്താണ്? ഇതൊരു കൽപ്പനയാണ്. യു ഷുഡ് ആക്ട് അക്കോർഡിംഗ് ടു ബൈ നോ മീൻസ്. എന്തിനാ കൽപ്പന കൊടുക്കണതിൻ്റെ കാരണം എന്താണ്? എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും ആരും നശിച്ചു പോകാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. കൽപ്പനകളുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ശാസനയല്ല ഉള്ളത്, മറിച്ച് കരുണയാണുള്ളത്. എന്താ കാര്യം? എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അപ്പൊ ഇത് അതായത് ആരും നശിച്ചു പോകാതിരിക്കാനും എല്ലാവരും രക്ഷപ്പെടാനും സത്യമാർഗം സ്വീകരിക്കാനും വേണ്ടിയാണ് ഈ കൽപ്പന ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൽപ്പനയുടെ അകത്തെല്ലാം രക്ഷയെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നു,
അല്ലെ വ്യഭിചാരം ചെയ്യുന്നില്ല, അല്ലെ കള്ളസാക്ഷ്യം പറയുന്നില്ല, അല്ലെ കർത്താവിൻ്റെ ദിവസം ആചരിക്കുന്നു, അതിൽ തന്നെ ഒരു ലക്ഷ്യവുമില്ല. അതിനകത്തുള്ള ദൈവിക ലക്ഷ്യം എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതാണ് വിഷയം. എല്ലാവരും. അപ്പോൾ കൽപ്പന ആർക്ക് വേണ്ടിയുള്ളതാണ്? ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതാണ് വിഷയം. അതാ 1 തീമോത്തി 2:4 പറയണത്, എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും. കർത്താവിൻ്റെ വചനങ്ങളിലെ വിശ്വസിച്ച് ജീവിച്ച് കഴിയുമ്പോൾ എന്താണ് നിത്യതയിലേക്കുള്ള മാർഗം ഉറപ്പുവരുത്തും. ഇപ്പോൾ എല്ലാവരും ഉടമ്പിക്കാർ എല്ലാവരും എന്താണ് സംസാരിക്കണത്? നിത്യതയെക്കുറിച്ചാണ് സംസാരിക്കണത്. അല്ലാതെ അവർ ILTS എന്നൊക്കെ പറയും, പറമ്പ് വിറ്റെന്ന് പറയും, ജപ്തി നടപടി ഒഴിവായെന്ന് പറയും, ജോലി കിട്ടിയെന്ന് പറയും. ഇപ്പം മിഥുൻ്റെ കാര്യം തന്നെ, ഒരു മിഥുൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസം. മിഥുൻ്റെ സാക്ഷ്യം, മിഥുൻ്റെ ഒരു വിഷയം, നിങ്ങളെപ്പോലെ തന്നെ മിഥു ഇവിടെ വന്ന് മിഥു അപ്പൻ ഉടമ്പടി എടുത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക, എംബ്രാൻ്റെ വെട്ടത്ത് വാരത്താഴം, അപ്പനെ കൊണ്ട് ഉടമ്പടിപ്പിച്ചിട്ട് അവൻ കാറിലിരുന്നെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വെച്ചാൽ കുറച്ച് ബോറടിച്ച് വിളിക്കുക. ഇവിടുത്തെ ഈ മൊത്തക്കൊടയും അതുപോലെ തന്നെ പ്രദക്ഷിണവും ഇവിടുത്തെ പ്രാർത്ഥനയും സാക്ഷിയൊക്കെ കേട്ടിട്ട് പുള്ളി ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം. ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെയാണ്, എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത്, നമുക്ക് പറ്റത്തില്ല, നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന്. അപ്പോൾ തന്നെ ഇവൻ എഴുന്നേറ്റ് പോയി കാറിലിരുന്നിട്ട് അവൻ സിനിമ കണ്ട്. പോരെ, ഉടമ്പടി കാണാൻ അപ്പനെ കൊണ്ട് ഉടമ്പടിപ്പിക്കാൻ വന്നവൻ സിനിമ കണ്ട്. എന്താ കാര്യം? അവന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു, അപ്പന് ഇവരെ തീറ്റി കൊടുക്കുന്നത് അവനാണെന്ന്. അവൻ്റെ പ്രശ്നം തന്നെ. മിഥുൻ്റെ പ്രശ്നം എന്താണ്? മിഥു എന്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് 10 മിനിറ്റ് ഇതെല്ലാം നോക്കിയിരുന്നിട്ട് നേരെ കാറിൽ പോയിരുന്ന് TV കണ്ട എന്താണ്? അപ്പനും അമ്മയ്ക്കും പെങ്ങൾക്കും എല്ലാം ഭക്ഷണം കൊടുക്കുന്ന ആരാണ്? തൻ്റെ ജോലി കൊണ്ടാണ്. അതാണ് പ്രശ്നം. താനാണ് അവിടെ ദൈവം. പിന്നെ മറ്റൊരു ദൈവം, ഈ മറ്റൊരു ദൈവത്തിൻ്റെ സാധ്യത കൽപ്പനയിലുള്ളതാണ്. മറ്റൊരു ദൈവം മിക്കവാറും നമ്മൾ തന്നെയായിരിക്കും. എപ്പോഴും മനുഷ്യന് ഒരു പ്രവണത ഉണ്ട്, മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാനുള്ള പ്രവണത. ഞാൻ ബുദ്ധിസം പഠിക്കുന്ന ആളാണ്. ബുദ്ധിസം പഠിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി ഒരു സാറുമായിട്ട് ബുദ്ധിസത്തെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ് ബുദ്ധനും അവസാനം എത്തിയത് താൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ല. ബുദ്ധന് ദൈവവിശ്വാസം ഇല്ലാത്ത ആളാണ്, റാഷണലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ മരിക്കാൻ നേരത്ത് പറഞ്ഞു, എൻ്റെ ദഹിപ്പിച്ച പൊടിയെടുത്ത് നിങ്ങളെ ഒരു തൂണുണ്ടാക്കി വെക്കണം. ആ സ്തൂപം കാണുമ്പോൾ നിർവ്വാണത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാവരും ആനന്ദമുണ്ടാകും. അതാണ് അല്ലയോ ആനന്ദം എന്ന് പറഞ്ഞു തുടങ്ങുന്ന അപ്പം മനുഷ്യനെ അന്വേഷിച്ച് അവസാനം എത്തണ എവിടെയാണ്? അവനാണ് ദൈവം എന്നാണ്. അതാണ് അഹംബ്രഹ്മാസി, ഞാനാണ് ദൈവം. പോരെ, മനുഷ്യന് മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാനുള്ള ഒരു മാനുഷിക പ്രവണത എന്നും ഉണ്ടാകും. ഇതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ബൈബിൾ കൽപ്പന ഇറക്കിയിരിക്കുന്നത്. കാര്യം എന്താണ്? നീ തന്നെ ദൈവമാണെങ്കിൽ പിന്നെ യാത്ര അവസാനിപ്പിക്കാവില്ല, നിത്യത അവസാനിപ്പിക്കാവില്ല. നിത്യതയെ മൂടിക്കെട്ടിക്കൊണ്ട് നിന്നെ തന്നെ ദൈവമാക്കി ആത്മീയ അന്വേഷണത്തെ നിന്നിലേക്ക് തിരിച്ചുവിടും. വഴി യൂട്ടേൺ അടുപ്പിക്കും. ബൈബിൾ യൂട്ടേൺ അടുപ്പിക്കത്തില്ല. ബൈബിൾ പറയും നേരെ നീണ്ടു കിടക്കുകയാണ് വഴി, ദൈവത്തിലേക്ക് നടക്കാൻ പറയും. പുറപ്പാട് 23 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 23 ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം മിഥുനിലെ ഒരു മറ്റൊരു ദൈവം രൂപപ്പെട്ട് വരികയാണ്. അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ജോലി, അവൻ്റെ ശമ്പളം ഇവനെ മറ്റൊരു ദൈവമായിട്ട് മാറ്റും. ദിസ് ഈസ് അവർ കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് എപ്പോഴും ഒരു മിലിറ്ററി പൊസിഷനായിരിക്കും, ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലം. മിലിറ്ററി ടാർഗറ്റ് സ്ഥലമാണത്. അത് ഞാൻ ആദ്യം ടാർഗറ്റിനെ കുറിച്ച് പറഞ്ഞത്. നമ്മുടെ കോൺഫിഡൻസ് എവിടെയോ അവിടെയായിരിക്കും ബോംബ് വീഴാൻ സാധ്യത. ക്രിസ്തു എന്താ പറഞ്ഞത്? നിൻ്റെ ഹൃദയം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ നിക്ഷേപം. ഇതുപോലെ തന്നെ അതിൻ്റെ പാരലൽ, അതിൻ്റെ വ്യാഖ്യാനമാണ്
നിൻ്റെ ആത്മവിശ്വാസം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ആത്മനാശം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. അപ്പം എനിക്ക് ഈ ദൈവത്തിന് ആവശ്യമില്ല. വീട്ടിൽ അപ്പന് വരെ ചിലവ് കൊടുക്കുന്ന ദൈവം ഞാനാണ്. മനസ്സിലായി? അതാണ് വിഷയം. അപ്പം ഈ വേറെ ദൈവത്തെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്താ? ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നം വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇത് ജഡിക മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക ജൈവ പ്രവണതയാണ്. ഈ ആത്മവിശ്വാസം വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കാം. വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണത് തന്നെയല്ല, അത് ചില സമയത്ത് നീ തന്നെയായിരിക്കും ആ ദൈവം, അല്ലെങ്കിൽ നിൻ്റെ പ്രൊഫസറായിരിക്കും നിൻ്റെ ദൈവം. കാര്യം ഈ മനുഷ്യന്മാർക്ക് എപ്പോഴും ആരാധന വാസന ഉള്ളതാണ്. ആരാധന വാസന, ഈ ആരാധന വാസന ദൈവം മനുഷ്യരിൽ വെച്ച് കൊടുത്തിരിക്കണത് എന്തുകൊണ്ടാണ്? അതൊരു ആരാധന വാസന ഒരു ജന്മവാസനയാണ്. വാസനയല്ലേ, അത് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ? ആരാധന വാസനയാണ്, ഇൻസ്റ്റിങ്ക്റ്റാണ്. ഇപ്പം ഇവിടെ ഒരു പുഴയാണ്. നമ്മൾ 1 കിലോമീറ്റർ അകലെ ഒരു പുഴയുമില്ല, അവിടെയെങ്കിലും വെള്ളവുമില്ല. ഒരു ആമയെ പിടിച്ചിട്ട് കിഴക്കോട്ട് തിരിച്ച് വെച്ച് നോക്കിയേ, അത് അപ്പം തന്നെ പടിഞ്ഞോട്ട് തിരിഞ്ഞിട്ട് ഈ പുഴയിലേക്ക് നടക്കും. അതാണ് വാസന എന്ന് പറയണത്. ഇപ്പം ഇവിടെ ഒരു പുഴ കിടക്കുകയാണ്. കിഴക്ക് വശത്ത് നമ്മുടെ ആനയെ ഒരു കിലോമീറ്റർ അകലെ ഒരു ആമയെ പിടിച്ചിട്ട് കിഴക്കോട്ട് നോക്കിച്ച് വെക്കും അത്. അപ്പോൾ എന്ത് ചെയ്യും? ആമ ഓട്ടോമാറ്റിക്കായിട്ട് പടിഞ്ഞോട്ട് തിരിയും. വെള്ളമുള്ള സ്ഥലത്തേക്ക് തിരിയാനുള്ള ഒരു വാസനയുണ്ട്. അപ്പോൾ ആരാധിക്കാനുള്ള വാസന വെള്ളമുള്ളിലേക്ക് തിരിയാനും ദൈവമുള്ളിടത്തേക്ക് തിരിയാനുള്ള ഒരു ദൈവവാസനയാണത്. പക്ഷേ ദൈവവാസന ഡൈവേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ദൈവങ്ങൾ ഉത്ഭവിപ്പിക്കാൻ തുടങ്ങും. ചിലപ്പോൾ നിൻ്റെ കെമിസ്ട്രി പ്രൊഫസറൊക്കെ നിൻ്റെ ദൈവം. എന്താ കാര്യം? നീ ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റിയും അവനിലുണ്ട്. നിൻ്റെ ആരാധന വാസനയുടെ വില്ലൻ നിൻ്റെ വീട്ടിലായിരിക്കും. എന്താ കാര്യം? ദൈവമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കണം നിൻ്റെ അപ്പൻ എന്തെങ്കിലും വിഷയം കഴിയുമ്പോൾ പൂക്കൽ പോലെ വിറക്കണ കാണാം. അയാൾ നിനക്ക് ഹീറോ അല്ല. അതുകൊണ്ട് നിൻ്റെ മനസ്സ്, അരക്ഷിതമായ നിൻ്റെ മനസ്സ് ഒരു പ്രശ്നങ്ങളുടെ മുമ്പിൽ വിറക്കാത്ത ഒരു മനുഷ്യനെ തേടി നടക്കും, ഒരു സന്നിധാനത്തെ തേടി നടക്കും. അങ്ങനെ വരുമ്പോൾ ദൈവവിശ്വാസമില്ലാത്ത ഒരു പ്രൊഫസറിനെ കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു പാർട്ടി സഖാവിനെ കണ്ടുപിടിക്കും. നീ അയാളെ ആരാധിക്കാൻ തുടങ്ങും. സത്യദൈവത്തെ നഷ്ടപ്പെടുന്ന അവിശ്വാസത്തിൻ്റെ വഴികളെക്കുറിച്ച് ഉടമ്പടിയിലുള്ളവർ ബോധവാന്മാരായിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി എന്തുകൊണ്ട് ചില ആൾക്കാർക്ക് വൈകുന്നു എന്ന് വെച്ചാൽ, ആ ഉടമ്പടി അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ യോഗ്യമായിട്ടില്ല. ദാറ്റ്സ് എ പോയിന്റ്. മനസ്സിലായില്ലേ? ഉടമ്പടി, എൻ്റെ പോയിൻ്റ് എന്താണ്? ചിലർക്ക് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് ഇതുവരെക്കും റേഞ്ച് ഒക്കാത്തതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, റേഞ്ച് ഒക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തല്ല നിൽക്കണത്. ദൈവം നിങ്ങളെ പതുക്കെ പതുക്കെ അമ്മയിലൂടെ അപ്പനിലൂടെയൊക്കെ കൊണ്ടുവന്ന ജീവിത അനുഭവങ്ങളിലൂടെ, രണ്ടും ആയാണ് അപ്പ അമ്മ അനുഭവങ്ങൾ. ഈ 3 ആൾക്കാരും ദൈവത്തിൻ്റെ കൈകളാണ്. നിങ്ങൾ തള്ളി കൊണ്ടുവന്ന് റേഞ്ചുള്ള സ്ഥലത്ത് നിർത്തും. മിഥുൻ്റെ പണി പോയി. അതാണ് വിഷയം. മിഥുന് ഇപ്പം നേരത്തെ എന്താ പറഞ്ഞത്? ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന മിഥുൻ പോയി വണ്ടിയായിരുന്നു, കാറിലിരുന്ന് എന്ത് കണ്ട സിനിമ കണ്ട കാര്യം എന്താ? അപ്പന് വരെ അവന് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, നാട്ടിൽ തന്നെ 1 ലക്ഷം രൂപ അടുത്ത് ശമ്പളം ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ പണം കൊടുക്കുന്ന ആർക്കാണ്? ഇവർ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമെന്ന് അപ്പം മുട്ടയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനവിടെ കിടക്കുക, വീഡിയോ കാണുക വല്ലതായിരിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം അന്നു വേണ്ട ആഹാരം കൊടുക്കുന്ന ദൈവം അവനാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒന്ന് ഉറങ്ങിയതുകൊണ്ട് നേരം വിളിക്കത്തില്ല. ഇപ്പോഴീ കാലാവസ്ഥ ഇപ്പോൾ സേഫാണ് വിചാരിച്ചുകൊണ്ട് നാളെ അത് സേഫാണെന്ന് നിർബന്ധമില്ല. ദൈവത്തെ കൂടാതെ ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ
കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ദൈവത്തെ കൂട്ടിച്ചേർക്കേണ്ട ഒരു സമയം എപ്പോഴായാലും നമുക്ക് കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് എന്നെ കൂടാതെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 15:5. യോഹന്നാൻ 15:5. എന്നെ കൂടാതെ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ ഇതേ പ്രശ്നം വെച്ചാൽ ഏതെങ്കിലും ഒരു നിമിഷം വരും നമ്മുടെ ജീവിതത്തിൽ, ഒരു ബ്ലാങ്ക് പീരീഡ് വരും. അപ്പോഴെന്ത് വേണം? ദൈവത്തിന് നമുക്ക് ആവശ്യമുണ്ടാകും. അതാണ് വിഷയം. ദൈവത്തിന് ഒരു വസ്തുവാണെങ്കിൽ ദൈവത്തിന് ആ വസ്തു നമുക്കൊരു അരിവാള് നമ്മളെവിടെ വെക്കണത്? എവിടെയെങ്കിലും അലമാരിയോ അടുക്കളുടെ അലമാരിയുടെ അടിയിൽ കൊണ്ട് അരിവാൾ വെച്ച് വെക്കും. എന്നാൽ ഇപ്പോൾ അത് ആവശ്യമില്ല, ഇല്ലേ? ഒരു മഴയും കാറ്റും വന്ന് ഒരു പരത്തി കമ്പ് വന്ന് നമ്മുടെ അടുക്കള മുതുകത്ത് വീഴുമ്പോഴാണ് നമ്മൾ അരിവാൾ തിരക്കണത്. ഉടനെ അവിടെ അലമാരടിയിൽ പോയി നമ്മൾ അരിവാൾ എടുത്തുകൊണ്ട് വരും. തൽക്കാലം നമുക്ക് ആവശ്യമില്ല. തൽക്കാലം ആവശ്യമില്ലാത്ത സ്ഥലം നമ്മൾ പാത്ത് വെക്കും. ദൈവത്തെ പാത്ത് വെക്കുന്ന ഒരു ജീവിതമാണ് പലപ്പോഴും എല്ലാവർക്കും ഉള്ളത്. തൽക്കാലം ആവശ്യമില്ലാത്ത കാരണം പ്രാർത്ഥന മുടങ്ങും, കുർബാന മുടങ്ങും. ഇപ്പോൾ കുർബാന മുടങ്ങുന്നവരും ഇപ്പോൾ പ്രാർത്ഥന മുടങ്ങുന്നവർ ഓർക്കുക, അരിവാള് പാത്ത് വെക്കണ പോലെ നിങ്ങൾ ദൈവത്തെ പാത്ത് വെക്കുകയാണ്. ദൈവത്തെ വസ്തുവാക്കുന്നവരാണ് തൽക്കാലത്തേക്ക് ദൈവത്തെ മാറ്റി നിർത്തുന്നത്. യു ഗോട്ട് ദ പോയിന്റ്. ക്ലിയർ ആയില്ലേ? വസ്തുക്കളെ നമ്മൾ മാറ്റി വെക്കും, ആവശ്യമുള്ളപ്പോൾ അത് എടുക്കത്തുള്ളൂ. നമുക്ക് 10 സെൻറ്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ അരയൊക്കെ സ്ഥലമുണ്ടെങ്കിൽ അതിൻ്റെ പ്രമാണം പിടിച്ചിട്ട് നമ്മൾ നടക്കണില്ലല്ലോ. ഇല്ല, അത് ആവശ്യമുള്ളപ്പോഴും പൊക്കെ ഓരോ ചെയ്യാൻ നേരത്തേക്ക് എടുക്കത്തുള്ളൂ. ആവശ്യമുള്ളപ്പോൾ എടുക്കുന്ന സ്ഥലങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ അതെന്താണ്? വ്യക്തിയല്ല, വസ്തുവാണ്. നീ നിൻ്റെ ദൈവത്തിന് ആവശ്യമുള്ളപ്പോൾ, ഒരു ജീവിത ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തെ വ്യക്തിയായിട്ട് കാണുന്നില്ല, വസ്തുവായിട്ട് കാണുന്നു. വസ്തുവായിട്ട് കണ്ടാൽ ദൈവം വർക്കൗട്ടല്ല. അതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യണത്.